പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരും പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടെന്നാണ്. അത് നാം ഡൽഹിയിൽ കണ്ടിരുന്നു. ഒരു ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ജുഡീഷ്യറി, ഈ നിയമ സംവിധാനം ആ ജഡ്ജി എങ്ങനെ പ്രതിരോധിച്ചു എന്നത് നാം കണ്ടിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രതിരോധം ഉണ്ടായിരിക്കുന്നു. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള ഈ അഴിമതി കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി പാഠപുസ്തകം ഇറക്കിയപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ജനാധിപത്യം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി തന്നെ ജുഡീഷ്യറിക്ക് അടിമപ്പെടുന്നതാണോ ഈ ജനാധിപത്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഈ 3 പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് ജുഡീഷ്യറി എന്നാണ് സങ്കല്പം. സങ്കല്പമല്ല, അതാണ് അതിൻ്റെ വാസ്തവം. അതായത് പാർലമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പാർലമെൻ്ററി ഡെമോക്രസിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ അതുപോലെ എക്സിക്യൂട്ടീവ് പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ഇടപെട്ട് പരിഹരിക്കേണ്ട സ്ഥാപനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നതാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയും അതിൻ്റെ താഴെയുള്ള മറ്റു കോടതികളുമൊക്കെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഈ പോർലേൽക്കാതെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് NCERT, ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിൽ, അവരുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ അതിലുണ്ടായിരുന്നു. ആ ചാപ്റ്റർ എന്ന് പറയുന്നത് കറപ്ഷൻ ഇൻ ജുഡീഷ്യറി എന്നാണ്. അതായത് നീതിന്യായ രംഗത്ത് നിലനിൽക്കുന്ന അഴിമതി എന്നുള്ള കുറിച്ചിട്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്നാൽ വലിയ വിമർശനം നടത്തുന്നുമില്ല. അതിൽ പറയുന്നത് 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഈ കോടതിയായിട്ട് ബന്ധപ്പെട്ട ചില അഴിമതി കഥകളൊക്കെയാണ് അതിൽ സൂചിപ്പിച്ച് കാണിക്കുന്നത്. അത് വിശദമായിട്ടൊന്നും പറയുന്നില്ല, വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മാത്രമല്ല അതിൽ പറയുന്നത് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് എൻഷുർ ദാറ്റ് ജഡ്ജസ് ഫോളോ ദി വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതായത് നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ അവർക്ക് എന്ത് വേണം? അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും തെറ്റല്ല. അതായത് നമ്മൾക്ക് വേറെ ആരും ശരണമില്ലാതെ വരുന്ന സമയത്താണ് നമ്മൾ എവിടെ സമീപിക്കുന്നത്? കോടതിയെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അൺബയാസ്ഡ് ആയിട്ട് നീതി ആവശ്യമുള്ളവന് നീതി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന അവിടെയാണ്. ഇത് രാജ്യത്തെ കുട്ടികൾ പഠിക്കേണ്ടതെന്നാണോ? അതോ ജുഡീഷ്യറി സമ്പൂർണ്ണമായി അഴിമതി മുക്തമാണോ എന്നാണോ സുപ്രീം കോടതി ഒറ്റ ദിവസം കൊണ്ട് ഈ ബുക്ക് ബാൻ ചെയ്തു. സ്വമേധയാ കേസെടുത്ത്, സ്വമേധയല്ല, നമ്മുടെ കപിൽ സിബലാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്, ഹർജിയായിട്ട് ചെല്ലുന്നത്. കാരണം ഇങ്ങനെ ജുഡീഷ്യറി അവമാനിക്കുന്നു, അതുകൊണ്ട് നടപടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ കോടതിയിൽ ഇടപെടുകയും ഏതാണ്ട് 2.5 ലക്ഷം കോപ്പികളെന്തോ അടിച്ച പുസ്തകത്തെ മൊത്തത്തിൽ 38 വിതരണം ചെയ്തു. ആ 38 പിടിച്ചെടുക്കാനും നിർത്തിവെക്കാനും NCERT ചെയർമാനെതിരെ കേസെടുക്കാനും ഒക്കെയുള്ള നിർദ്ദേശിച്ചിട്ട് സടകുടഞ്ഞ് സുപ്രീം കോടതി എണീറ്റു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആവേശം മറ്റ് കേസുകളിലൊന്നും കാണുന്നില്ലല്ലോ. രാജ്യത്ത് വേറെയും പ്രശ്നങ്ങളുണ്ടല്ലോ. ഏതാണ്ട് 5 കോടിയോളം കേസുകൾ നമ്മുടെ രാജ്യത്ത് പെൻഡിങ്ങാണ് വിവിധ കോടതികളിലായിട്ട്. അതിൽ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ള ഒരു സബ്ഹെഡിൻ്റെ കീഴിലാണ് അവർ അതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ 81,000 കേസുകൾ പെൻഡിങ്ങാണ്. ഹൈക്കോടതികളിൽ, രാജ്യത്തെ ഹൈക്കോടതികളിൽ 62,40,40,000 കേസുകൾ പെൻഡിങ്ങാണ് രാജ്യത്തെ ഹൈക്കോടതികളിൽ. ഈ ജില്ലാ കോടതികൾ, താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി എല്ലാം കൂടെ 4,70,00,000 കേസ് പെൻഡിങ്ങാണ്. അതായത് ഏതാണ്ട് 5.5 കോടി കേസുകൾ നിലവിൽ ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇത് 5 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം. ഇതെന്തുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ഒരു ആവേശം സുപ്രീം കോടതിക്ക് ഉണ്ടാകാത്തത്? മറ്റ് താഴത്തെ കോടതികളെ പോട്ടെ, സുപ്രീം കോടതി തന്നെ ഈ പറഞ്ഞ പോലെ 81,000 കേസുകൾ പെൻഡിങ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നടപടി സ്വീകരിക്കാത്തത് എന്താ? മാത്രമല്ല, നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്, അർദ്ധരാത്രി വരെ തീവ്രവാദികൾക്ക് വേണ്ടി കോടതി തുറന്നു വെച്ചിട്ടുണ്ട്, അവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടി. അതും ഒരുതരം അഴിമതിയല്ലേ? അതും അഴിമതിയാണല്ലോ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അസമയത്തും കോടതി തുറന്ന് വാദം കേൾക്കുകയോ അനുകൂലമായ വിധി കൊടുക്കുകയോ ചെയ്യുന്നു, അതും ഈ പറഞ്ഞതുപോലെ ഒരു അഴിമതിയുടെ ഭാഗമാണ്.
അപ്പോൾ അഴിമതി ഇല്ലാന്നല്ല. ഇതിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്നലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് 80% നീതി വ്യവസ്ഥ 80% ജഡ്ജസും മാന്യന്മാരാണ്, അവർ സത്യസന്ധരാണ്, അഴിമതി നടത്താത്തവരാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ 20% കുഴപ്പക്കാരുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ആ 20% കറക്റ്റ് ചെയ്യാൻ എന്ത് നടപടിയാണ് പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി സ്വീകരിച്ചത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. ഈ ആവേശത്തിന് മുമ്പ് അദ്ദേഹം അതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. ഏതൊരു സ്ഥാപനത്തിന്റെ കുറച്ചു കാലങ്ങളായി പത്രം പരിശോധിക്കുകയാണെങ്കിൽ പലരും ഈ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ, ഈ ജുഡീഷ്യറിക്ക് മൂക്ക് കയറി ഇടണം എന്ന രീതിയിൽ, ഈ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്ന രീതിയിൽ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴും കേന്ദ്ര സർക്കാർ അങ്ങനെ നടപടിയിലേക്കൊന്നും പോകുന്നത് നാം കണ്ടിട്ടില്ലല്ലോ. അതെന്തായിരിക്കും? അല്ല, കേന്ദ്ര സർക്കാർ നടപടിയിലേക്ക് പോകത്തെന്ന് പറയുന്നത് സുപ്രീം കോടതി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതൊരു സെൽഫ് ഗവേൺഡ് സിസ്റ്റമാണ്. ആർക്കും അതിലൊരു കൈയർത്താൻ കഴിയില്ല. കൊളീജിയം എന്നൊരു സംവിധാനമുണ്ട്. ജഡ്ജിമാരെ നിയമിക്കുന്നത്, മാറ്റുന്നത്, മറിച്ചതും ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതെല്ലാം ഈ ജഡ്ജിമാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ കാലം കൊണ്ട് ആക്ഷേപമുള്ളത്. കാരണം തന്നിഷ്ടക്കാരെ ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്, അമ്മാവൻ മരുമകനെ പിന്നെ പ്രപ്പോസ് ചെയ്യുന്നു, മരുമകൻ മറ്റൊരാളെ പ്രപ്പോസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സംഭവമാണ്. നമുക്കറിയാമല്ലോ, ജുഡീഷ്യൽ കമ്മീഷൻ ബില്ല് വന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതി ശക്തമായിട്ട് അതിന് എതിർത്തുമല്ലോ. അതായത് ജുഡീഷ്യൽ രംഗത്ത് ഒരു തരത്തിലുള്ള റിഫോംസിനും നിലവിൽ രാജ്യത്ത് ജഡ്ജിമാർ തയ്യാറല്ല. കാര്യം ഇപ്പോഴുള്ള രീതിയിൽ, കാര്യം അവരാരും ചോദ്യം ചെയ്യരുത്. ഇന്നലെ CJI പറഞ്ഞ മറ്റൊരു വാചകം കൂടിയുണ്ട്. ഇതിൻ്റെ ഈ വാദത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ജഡ്ജ്മെൻ്റ് വന്നില്ല, ജഡ്ജ്മെൻ്റ് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞത് കോടതിയെയും ജഡ്ജിമാരെയും ചോദ്യം ചെയ്യാൻ ആരെ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇത് ആണോ ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? മാത്രമല്ല, വിശ്വാസ്യത ഓരോ സ്ഥാപനം, ഇന്ത്യയിലുള്ള ഓരോ സ്ഥാപനം, ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ വിശ്വാസം നേടിക്കേണ്ടത് എങ്ങനെയാണ്? സുതാര്യതയിൽ കൂടിയാണ്. സുതാര്യതയിൽ കൂടി മാത്രമേ ഒരു സ്ഥാപനത്തിന് വിശ്വാസം നേടുക്കാൻ കഴിയുള്ളൂ. അത് സുപ്രീം കോടതി ആയാലും ശരി, പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളായാലും ശരി, സംസ്ഥാന സർക്കാരായാലും ശരി. അപ്പോൾ ആ സുതാര്യത നഷ്ടപ്പെടുന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി മറ്റൊരു വസ്തുത, ഏതാണ്ട് 8600ഓളം പിന്നെ പരാതികൾ ജഡ്ജിമാരെ കുറിച്ചുള്ള, സിറ്റിംഗ് ജഡ്ജിമാരുടെ പരാതികൾ നിലവിൽ പെൻഡിങ്ങാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ നമ്മുടെ എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ പേര്, മറ്റേ ഡൽഹി ജഡ്ജി ഉണ്ടല്ലോ, ശർമ്മ, അദ്ദേഹത്തിൻ്റെ പിന്നെ വീട്ടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നും കോടിക്കണക്കിന് രൂപ അത് തീയതീയമായിട്ട് സംഭവം കണ്ടെത്തുകയും അത് പിന്നീട് പിന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കോടതി തയ്യാറാവാതെ അവർ തന്നെ ഒരു ഇൻറ്റേർണൽ പിന്നെ കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു അന്വേഷണം എവിടെ എത്തി? വല്ല വിവരമുണ്ടോ? ഒരു വിവരം നമുക്കില്ല. മാത്രമല്ല, ആ കേസ് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഈ മനുഷ്യനെ ഒരു നടപടിയും, ഈ ജഡ്ജിക്ക് ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഒരു സാധാരണ പൗരനായിരുന്നെങ്കിലോ അവനിപ്പോൾ തിഹാർ ജയിലിൽ കിടന്നുകൊണ്ട് അതിനുമായിരുന്നു. അപ്പോൾ 8600 ഇതുപോലുള്ള ജഡ്ജിമാർ, നമ്മുടെ കേരളത്തിൽ എത്രയോ കേസ് വന്നിട്ടുണ്ട്. മജിസ്ട്രേറ്റുമാരെ കൈക്കൂലി വാങ്ങിക്കുന്നതും ജില്ലാ ജഡ്ജിമാരെ കൈക്കൂലി എത്രയോ കേസുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇത് കണക്കുകൾ പറയുന്നതാണ്, 8600-ലേറെ കേസുകൾ നിലവിലുള്ള ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ജനാധിപത്യത്തെ കുറിച്ച് ഒരു ഭാഗത്ത് പ്രസംഗിക്കുകയും അതിനെതിരായാണല്ലോ ഈ ജഡ്ജിമാരുടെ പ്രവർത്തനം. ആണ് തീർച്ചയായിട്ടും. കാരണം ജനാധിപത്യം ശക്തിപ്പെടുത്തലാണ് മെയിനായിട്ട് പിന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ചെയ്യേണ്ടത്. അവിടെ എന്തെങ്കിലും പാളിച്ചകളോ പാകങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ തിരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇനി ജനാധിപത്യത്തിലുണ്ടാകുന്ന എല്ലാ ഈ കുഴപ്പങ്ങളും സ്വാഭാവികമായിട്ടും ജുഡീഷ്യറിയും ബാധിക്കുന്ന തെളിവാണ് നേരത്തെ പറഞ്ഞ 20% ആളുകൾ അഴിമതിക്കാരായിട്ട് മാറുന്നത്. നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജിമാരിൽ ഈ 8600 പേരെ കേസ് പരാതി ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതിനെ പരിഹരിക്കലായിരുന്നു ഇദ്ദേഹം ചെയ്യേണ്ടത്. അതിന് പകരം CJI പറയുന്നത്, ഞാൻ ഒരു കാരണവശാലും എന്താണ് ഈ പിന്നെ കോടതിക്ക് ചോദ്യം അനുവദിക്കില്ല. അപ്പോൾ കറപ്ഷൻ ഇൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് പിന്നെ ബ്ലാങ്കറ്റായിട്ട് അദ്ദേഹം അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ആരും അറിയണ്ട, കുട്ടികളും പഠിക്കണ്ട, മറ്റാരും അറിയണ്ട, ഇവിടെ ഉള്ള അഴിമതി ഇവിടെ ഇങ്ങനെ പൊക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ CJIക്ക് അങ്ങനെ ഒരു അധികാരമുണ്ടോ? ഈ എല്ലാം ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാണ് സുപ്രീം കോടതി ആണെങ്കിൽ പോലും. അപ്പോൾ ജനങ്ങൾക്ക് സുപ്രീം കോടതിയെക്കുറിച്ച് ഈ പറഞ്ഞ വിശ്വാസമില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജഡ്ജിമാരുടെ പ്രവർത്തനത്തിൽ സുതാര്യത കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പുസ്തകം നിരോധിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അവർക്കെതിരെ കേസെടുക്കുന്നത് കൊണ്ടോ ഒന്നും മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും തോന്നുന്നില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ആക്ട് ചെയ്തു. അവരുടൻ തന്നെ ഈ പുസ്തകം പിൻവലിച്ചു. പിന്നെ കോടതിയിൽ പറഞ്ഞ് ഞങ്ങൾ പിൻവലിച്ചോളാം, പ്രശ്നമില്ല, പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെ അത് പോരാ, ഇത് അങ്ങനെ പിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ഞങ്ങൾ ആരെയും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊരു പിന്നെ മറുപടിയാണ് പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് സംഭവം ഉണ്ടാകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്ന് ജഡ്ജസിന് ഇത് ഇങ്ങനെയുള്ളൊരു പരാമർശം ഒരു പുസ്തകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത്
അത് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ തിരുത്തലായിരുന്നു അദ്ദേഹം നേരത്തെ നൽകേണ്ടിയിരുന്നത്. മറിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയോടും CJIയോടും ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസത്തിന്, ഒരു ബഹുമാനത്തിന് ഈ സംഭവം അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പൊതുവെ നിയമരംഗത്തൊക്കെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.